ആ കാലഘട്ടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഈ യൂണിറ്ററി ഫീച്ചേഴ്സിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുണ്ടാക്കി തന്നിരിക്കുന്നത്. അത് സ്റ്റേറ്റുകളുടെ റീഓർഗനൈസേഷൻ മുതൽ തുടങ്ങുന്നു. ഇപ്പോൾ സ്റ്റേറ്റുകൾ അതിൻ്റെ ബൗണ്ടറി മാറ്റാം, രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റുകളെ ഒരുമിച്ചാക്കാം, സ്റ്റേറ്റുകളുടെ ഏതെങ്കിലും ഭാഗം വെട്ടിമാറ്റി മറ്റൊരു സ്റ്റേറ്റ് ആക്കാം, അല്ലെങ്കിൽ മറ്റൊരു യൂണിയൻ ടെറിട്ടറി ആക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 256, 257 എന്നൊക്കെ പറയുന്നത്, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും, ഇന്ന രീതിയിൽ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കണം, സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കണം അവർ പറയുന്നതനുസരിച്ച്. അതല്ലെങ്കിൽ ആർട്ടിക്കിൾ 365 പോകും, പറയുന്നത് അങ്ങനെ. പിന്നെ 356 വരും. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ രീതിയിൽ സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഭരണഘടനയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിറ്ററി ഫീച്ചേഴ്സ് അംബേദ്കർ തന്നെ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സമ്മർദ്ദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 വർഷത്തിലേറെ അടിയന്തരാവസ്ഥ നിലനിന്നല്ലോ ഇന്ത്യയിൽ, ആഭ്യന്തര അടിയന്തരാവസ്ഥ. അപ്പോൾ ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഏകാധിപത്യ ഭരണകൂടം സ്ഥാപിക്കാൻ കഴിയും എന്ന് ഐവർ ജെന്നിങ്സ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെന്ന് തെളിഞ്ഞു. വളരെ സത്യമാണ്. 352 കിടക്കത്തോളം കാലം അത് ഇപ്പോൾ അത് കുറച്ചൊന്ന് മാറ്റി ഇൻറ്റേർണൽ റെബല്യൻ എന്നൊക്കെ ആക്കി തീർത്തു. പിന്നെ ഇൻറ്റേർണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് ക്യാബിനറ്റ് കൂടിയിരുന്ന് അവരുടെ സിഗ്നേച്ചർ വേണം പ്രസിഡൻ്റിൻ്റെ അടുക്ക് പോകുമ്പോഴെന്നൊക്കെയുള്ള അത് എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു പവർ കിടക്കുന്നല്ലോ, അത് ഉപയോഗിക്കാനാണ്. അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് തീരുമാനിക്കുന്ന അവരാണ്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എന്താ പിന്നെ പറയാനുള്ളത്?